ഇവിടെ ഒരാളുണ്ട് തോന്നുന്നു, അയാള് കഥാപ്രസംഗം പരിശീലിപ്പിക്കുന്ന ആളാണോ? ഷീജ ചേച്ചി, ആ ബാഗ് എവിടെ? തോൽ സഞ്ചി എവിടെ? അതാണ് അതിന്റെ ഹൈലൈറ്റ്. ഞങ്ങളുടെ കൂട്ടത്തിൽ അല്ല, കുട്ടികളാരെങ്കിലും കഥാപ്രസംഗത്തിന് പഠിപ്പിക്കുന്ന മാഷാണോ? ഏതാ സ്കൂള്? ഇങ്ങനെ പരിഭ്രമിച്ചൊരു ഞാൻ നിങ്ങളെ ഷോ കണ്ടിട്ട് കൂടെ നടന്നത്. ആരാധകനാണോ? ആരാധകന്മാരാ, നിങ്ങളെല്ലാരും ആരാധകനാ. പ്രേക്ഷകർ കുറെ നാളെ തിരക്കുന്നുണ്ടായിരുന്നു. ഈ കയ്യിൽ ഈ കോലത്തിൽ ഇവരെയൊക്കെ പിടിച്ച് ആരാണ് അറേഞ്ച് ചെയ്ത് തന്ന, ഞങ്ങളെ സുന്ദരികളും സുന്ദരന്മാരുമാക്കി ഫ്രെയിമിൽ കയറ്റുന്ന സാക്ഷാൽ എന്നെ പെടുത്തിയതാണ്. അതെ അരുൺ കിഴക്കനേലയാണ്. കൈരളിയുടെ പ്രായമാണ്. അത്രമേൽ തുടക്കം മുതൽ കൈരളിയുടെ ഒപ്പം ഉണ്ടായിരുന്ന കൈരളിയുടെ ബാഗ് മേടിച്ചപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ ബാഗ് ഉൾപ്പെടെ വേണമായിരുന്നു. അത് സുലേഖ തട്ടിപ്പറിച്ചല്ലേ? എല്ലാവരെയും ഒരേ കോസ്റ്റ്യൂം ഒക്കെ ഇടിപ്പിച്ചിട്ടേ ആള് തന്നിക്കുന്നത് നോക്കൂ. അല്ല, ഞാൻ ഇവിടെ അല്ല പ്രതീക്ഷിച്ചു. ഞാൻ കലോത്സവ വേദിയിലെന്ന് വിചാരിച്ച് ഇങ്ങനെ രാവിലെ 6 മണിക്ക് വന്നതാ. കൊച്ചിനീഫെ പോലെ നിൽക്കാതെ ഞാൻ വിചാരിച്ചു കലോത്സവ വേദിയിലേക്കാണ് രാവിലെ പോകുന്നത്, അങ്ങനെ ഇറങ്ങിയതാ. പക്ഷെ ഞാൻ ഓഫീസിൽ വന്നപ്പോഴറിഞ്ഞത് അങ്ങോട്ടാരും പോകുന്നില്ല, കനകക്കുന്നിലേക്കാ വരുന്നത്. അങ്ങനെ പെട്ടുപോയതാ ഞാൻ. ചേട്ടാ എന്തായാലും അല്ലല്ലോ കിഴക്കന്റെ തഗ് എന്ത് ഡീസന്റ് ആയി നിൽക്കുന്ന നോക്കിയേ. അല്ല, ഞങ്ങളെ കുറിച്ച് എല്ലാരും നല്ലതാ. എനിക്ക് നാളെ തൊട്ട് ഓഫീസിൽ ജോലി ചെയ്യേണ്ടതല്ലേ. കഴിഞ്ഞ 20 വർഷമായി കൈരളിയിലൂടെ കടന്നുപോയ വാർത്താവതാരകരൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷത്തോടെ വിളിച്ചു പറയും, വളരെ നന്നായി, ഇങ്ങനെ അരുണിനെ ഒന്ന് പിടിച്ചു നിർത്തി ഒന്ന് ഗ്രില്ല് ചെയ്തത് നന്നായി എന്ന് തന്നെ പറയും. പെട്ടുപോയി, കണ്ണൊക്കെ നിറഞ്ഞു നോക്കി. ഹാപ്പി ആയോ? അല്ല, അരുണിന്റെ കുടുംബം ഒരു നാടക കുടുംബമാണ്. മലയാളത്തിലെ പ്രൊഫഷണൽ നാടകരംഗത്ത് വളരെയധികം പേരുകേട്ട എഴുത്തുകാര്, സംവിധായകനൊക്കെ ആയിട്ടുള്ള ആള് അരുണിന്റെ ബന്ധുവാണ്. അരുൺ, ആ ഒരു കലാപശ്ചാത്തലം ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? രാജൻ കിഴക്കനേല ചിറ്റപ്പനാണ്. കിഴക്കനേലയാണ് സ്ഥലം. കിഴക്കനേല, രാജൻ കിഴക്കനേല. ഒരുപാട് നാടകങ്ങൾ അല്ലേ? അതെ, നാടകങ്ങളും സിനിമകളും. സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അതെ, സ്ക്രിപ്റ്റ് റൈറ്റർ. ഏത് ഒരുമിച്ച് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു പടമാണ് ഞങ്ങൾ. നാടകക്കാരനായിരുന്നു. മോന് ഞാൻ കലാകാരനായോണ്ടാണല്ലോ നിങ്ങളെല്ലാം സുന്ദരികളും സുന്ദരന്മാരുമായിരിക്കുന്നത്. ഓക്കെ, അപ്പോ പിന്നെ നാടക പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് കൈരളിയുടെ സൗന്ദര്യ വക്താവായ അങ്ങനെ നിൽക്കുകയാണ്. സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു കാലത്താണ് പണ്ട് അല്ലേ നേരെ കൈരളിയിലേക്ക് വരുന്നത്? 2000 തുടക്കത്തില് കൈരളിയുടെ കാലം മുതല്. അന്നൊരു ഫിലിം ചെയ്തുകൊണ്ടിരുന്നപ്പോ അവിടെ നിന്ന് നേരെ വരികയായിരുന്നു. ഒരു ഫിലിമിൽ മേക്കപ്പ് മാനായി വർക്ക് ചെയ്യുന്ന സമയത്ത് ചെയർമാന്റെ തന്നെ സിനിമയായിരുന്നു പല്ലാവൂർ ദേവനാരായണൻ അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് അരുൺ കിഴക്കനേല. നോട്ട് ചെയ്ത് വെച്ചോ. അയ്യോ നോക്കേ. എന്നാ പിന്നെ കാണാം. ശരി.